ഒരു മുന്നറിയിപ്പുമില്ലാതെ വളരെ പെട്ടെന്ന് എൻ്റെ വീഡിയോ അപ്രതീക്ഷിതമാവുന്നു. 2-3 ദിവസമായിട്ട് ഡെയിലി വ്ളോഗ്സ് ഇടുന്ന എൻ്റെ വീഡിയോസ് കാണുന്നില്ല. ഏതാണ് ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. കുറച്ചേറെ തിരക്കുകളായിപ്പോയി. ആക്ച്വലി ഈ വീഡിയോ പോലും വെരി നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി ഞാൻ എടുത്തതാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഒട്ടും മനഃപൂർവ്വം ആയിരുന്നില്ല. വളരെയേറെ തിരക്കുകൾ കൂടുതലായത് കൊണ്ടാണ്. എനിക്ക് എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല, എൻ്റെ വേദയുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഏറെ തിരക്കുകൾ. എനിക്ക് വന്ന മെസ്സേജസിന് കയ്യും കണക്കുമില്ല കേട്ടോ. പേഴ്സണലിയും വസ്ത്രയുടെ ഫോണിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിറയെ മെസ്സേജ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി, സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. ഈവൻ ലക്ഷ്മി പോലും എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്ത് പറ്റി, എന്താണ് വീഡിയോ ഇടാത്തത്, അമ്മ മെസ്സേജ് ഇട്ടിട്ട് എന്ത് പറ്റി, ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് അതിനുള്ള ടൈം പോലും കിട്ടുന്നില്ല. ആക്ച്വലി ഈ വീഡിയോ സാറ്റർഡേ ഈവനിങ് 8 o'clock പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അതും എനിക്ക് തോന്നുന്നില്ല 8 o'clock പോസിബിൾ ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ 7:30ക്കാണ് ഇതിൻ്റെ വോയിസ് ഓവർ പോലും ചെയ്യുന്നത്. അത്രക്കേറെ തിരക്ക്. അപ്പോഴേക്കും ഞാൻ റീൽസ് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ 1-2 റീൽസായിട്ടൊക്കെ ഇടുന്നുമുണ്ട് കേട്ടോ. ഞാൻ ഒരു റീലിൻ്റെ താഴെ ആരോ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്ത് പറ്റി ശ്രീകുട്ടി ഡെയിലി വ്ളോഗ്സ് കാണുന്നില്ല, എന്ത് പറ്റി അങ്ങനെ ഏതോ ഒരു കമൻറ്റിൻ്റെ താഴെ ആരോ കമൻറ്റ് ചെയ്തേക്കണം, വസ്ത്രയുടെ സെയിലൊക്കെ ഒന്ന് കുറയട്ടെ, അപ്പം തനിയെ വീഡിയോ വന്നോളൂന്ന്. മേ ബി ആയിരിക്കാം. വസ്ത്രയുടെ തിരക്ക് കൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് ചിലപ്പോൾ കുറയുമ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇട്ടേക്കാം കേട്ടോ ഇപ്പോൾ. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് വസ്ത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വസ്ത്രം നമ്മൾ തുണികൾ പോയി എടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. എങ്കിലും നമുക്ക് കിട്ടുന്ന പൈസ അതുപോലെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തുണികൾ നമുക്ക് എടുക്കണ്ടേ, തുണികൾ എടുക്കാനായിട്ട് ആ പൈസ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്നു എന്നല്ല, എങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻഗേജ്ഡ് ആണ്. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാരണം ഞാൻ പണ്ടൊക്കെ ആലോചിക്കുമായിരുന്നു, എല്ലാവരും ജോലിക്ക് പോകുന്നു, ഞാൻ മാത്രം വീട്ടിലിങ്ങനെ ചൊറയും കുത്തിയിരിക്കുന്നു. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. എങ്കിലും ഞാൻ ഈ വസ്ത്രം തുടങ്ങിയ ശേഷമാണ് ഇത്രയേറെ എൻഗേജ്ഡ് ആവുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ എനിക്കൊരു ഹെൽപ്പിന് ആളെ നിർത്തി. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ പറയുമായിരുന്നില്ലേ, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ല വേറൊരാൾ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറയും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ, നമുക്ക് നമ്മുടെ ജോലി പോലും ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മളൊരാളിനെ ഹെൽപ്പിന് നിർത്തും. ഉറപ്പായിട്ടും വസ്ത്രയ്ക്കും ഇനി എനിക്കൊരാളെ നിർത്തേണ്ടി വരും. ഇത് എൻ്റെ അമ്മയ്ക്ക് UAE നിന്നും സ്നേഹ ഗിഫ്റ്റായിട്ട് കൊടുത്ത സാരിയാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് അതിൻ്റെ പിറ്റേ ദിവസം, അന്ന് പോകണമെന്ന് വെച്ചിട്ട് ചില തിരക്കുകൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഞാൻ പറഞ്ഞില്ല, അടുത്ത ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടിരുന്നതാണ്. അമ്മയ്ക്ക് അങ്ങനെ ആരും ഗിഫ്റ്റൊന്നും വാങ്ങി കൊടുക്കാറില്ല. ഞാനോ ചീമയൊക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൊടുക്കും. പക്ഷേ ഇങ്ങനെ വീഡിയോസിലൂടെ കണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വന്നു കേട്ടോ. സ്നേഹയോട് വേണ്ട, എന്തിനാണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്നേഹ എന്നോട് തിരിച്ച് പറഞ്ഞു, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ചേച്ചി, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും പോലെ തന്നെയാണ് ഞാൻ ചേച്ചിയുടെ അമ്മയ്ക്കും കൊടുത്തതെന്ന് പറഞ്ഞേ. അപ്പോൾ സ്നേഹ എൻ്റെ അനിയത്തി ചോദിക്കുകയാണ്, നമ്മളാരും സ്നേഹയുടെ കുടുംബത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കാട്ടോ അനിയത്തി. ഞാൻ പറഞ്ഞില്ലേ, ലൈവ് വോയിസ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഇനി ഞാൻ നെക്സ്റ്റ് വെനസ്ഡേ ആയിരിക്കും വീഡിയോ ഇടുന്നത്. വെനസ്ഡേ 8 o'clock സാറ്റർഡേ 8 o'clock ആണ്. തൽക്കാലം എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു തിരക്ക് കഴിയുമ്പോൾ വസ്ത്രയുടെ ഒരു ഇത് കഴിയുമായിരിക്കാം. പക്ഷെ അതുവരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു സ്റ്റാഫ് കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്റ്റാഫിനെ വയ്ക്കാനുള്ള ഒരിതൊന്നും ആയിട്ടില്ല. നമുക്ക് കിട്ടുന്നത് വീണ്ടും നമ്മൾ ആ തുണിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് കൂടെ ഇപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റാഫൊക്കെ ആയി ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിയട്ടെ, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഡെയിലി വ്ളോഗ്സ് ചെയ്യാവേ. അപ്പോൾ ഇതിനിടയ്ക്ക് നടന്ന കുറച്ചേറെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അമ്മയുടെ മുട്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര ദയനീയമാണ് ഇപ്പോൾ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ മുന്നേ തന്നെ അമ്മയോട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സർജറിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും ഇത് പോകുന്നത് വരെ പോട്ടെ എന്ന് കരുതിയിട്ട് അമ്മ ചെയ്യാണ്ട് നടന്നു. പക്ഷേ ഇപ്പോൾ അമ്മയെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ SP
SP വെൽഫോർട്ടിൽ വന്നിട്ട് സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഡോക്ടർ സർജറിയെ ഇനി ലാസ്റ്റായിട്ടുള്ളൊരു ഇതുള്ളൂ എന്ന് പറഞ്ഞു. റോബോട്ടിക് സർജറി ചെയ്യാനാണ് പ്ലാൻ. 2 മുട്ടും ചെയ്യണം. അപ്പോൾ വെൽഫോർട്ടിലില്ല, SP മെഡിഫോർട്ടിലാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഇനി ഓണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലൊക്കെയായി. നമ്മളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കാണിച്ചു. അമ്മ ഒരു പകുതി സമാധാനത്തിലിരിക്കുന്നു. പക്ഷെ അമ്മയോട് പറഞ്ഞു, ഞാൻ കറക്റ്റ് പറയുന്ന ഫിസിയോതെറാപ്പിയും പറയുന്ന റെസ്റ്റും എടുക്കാതെ തുള്ളിച്ചാടിക്കൊണ്ട് നടന്നാൽ പിന്നെ പണി കിട്ടും. നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അതും നോർമൽ സർജറി അല്ല, റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേറെ നമ്മൾ പൈസ അടച്ച് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് പറയുന്നത് പോലെ അമ്മയ്ക്ക് എല്ലാ വർഷവും ഇപ്പോൾ ഒരു സർജറി അമ്മയ്ക്ക് നിർബന്ധമാണ്. ഒന്നുകിൽ വിരൽ, അല്ലെങ്കിൽ മൂക്ക്, അല്ലെങ്കിൽ മണ്ട, എന്തെങ്കിലും ഒരു സർജറി കാണും. അപ്പോൾ ഈ പറയുന്ന സർജറികൾക്കൊന്നും അമ്മ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാറില്ല. 2 ദിവസം കഴിയും ഒന്ന് സുഖമായും തുടങ്ങുമ്പോൾ അമ്മ അടുത്ത് കിച്ചണിൽ കയറും. അതുപോലെ കളിയല്ല ഇത്. മാക്സിമം അവർ പറയുന്നത് പോലെ കേട്ടാൽ കുറച്ച് നാൾ മുന്നോട്ട് നല്ല രീതിയിൽ നടക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടൊക്കെയാണ് സർജറിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം പലരും സർജറി ചെയ്തവർ സക്സസ് അല്ല എന്ന് പറയുന്നുണ്ട്, സർജറി ചെയ്തവർ സക്സസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേത് വിശ്വസിക്കണമെന്ന് അറിയില്ല. പക്ഷേ അമ്മയെക്കൊണ്ട് ഇന്നൊട്ടും പറ്റത്തില്ല. സർജറി അല്ലാതെ വേറൊരു പോംവഴിയില്ല കേട്ടോ. അങ്ങനെയാണ് സർജറിക്ക് തീരുമാനിച്ചത്. ഈ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തത് നെട്ടയം ജംഗ്ഷൻ കേട്ടോ. ഒരു മിനി ബംഗാളിൽ വന്ന ഫീലുണ്ട്. നിറയെ ബംഗാളീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ജോലിക്ക് പോയി നമ്മൾ വൈകുന്നേരമാണ് വന്നത്. ജോലിക്ക് പോയിട്ട് വന്ന് അവിടെ ചായ കുടിക്കുന്നതും കാര്യം പറയുന്നതും ഒക്കെ ആയിട്ട് ബംഗാളല്ല, ഹിന്ദി ഭാഷ മാത്രം, ഒരു നോർത്ത് ഇന്ത്യയിൽ വന്ന ഫീലുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് അമ്മ സർജറി കഴിച്ചിട്ട് നെട്ടയത്ത് വന്നു. അച്ഛൻ അരി ഒക്കെ പൊടിക്കാനെന്തോ, അരിയോ മുളകോ എന്തോ പൊടിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം ചേട്ടൻ്റെ മില്ലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് തൊട്ടപ്പുറത്തെ കടയിൽ കയറി പൊറോട്ട വീട്ടിൽ ചിക്കൻ ഉണ്ടായിരുന്നു. പൊറോട്ട വാങ്ങണമെന്ന് പറഞ്ഞ് പൊറോട്ട വാങ്ങി. ഇതേ 2-3 ദിവസമായി വീഡിയോ കേട്ടോ. ഞാൻ മറന്നുപോയി എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതുകൊണ്ട് ആലോചിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോയി. അപ്പം ഞാൻ മാത്രം വേദ ട്യൂഷന് വിട്ടിട്ടാണ് വന്നത്. എന്നിട്ട് വേദ ട്യൂഷന് വിളിക്കാൻ ഓടി പിടിച്ച് പോകാൻ നിന്നപ്പം ഏട്ടൻ പറഞ്ഞ് ട്യൂഷൻ ഞാൻ വിളിച്ചുകൊണ്ട് വരാം, നീ നെട്ടയത്ത് നിന്നാൽ മതി, എന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോകാമെന്നും പറഞ്ഞ് വേദയെ കൊണ്ടുവന്ന് നെട്ടയത്താക്കി തന്നു കേട്ടോ. ഏട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വേദയെ കൊണ്ടുവന്ന് നെട്ടയത്താക്കി തന്നു. പിന്നെ വേദ വന്ന സ്ഥിതിക്ക് പതിയെ പോകാമെന്ന് പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെയാണ് പോയത്. കുഞ്ഞി അവിടെ കമരാനുള്ള പെടാപ്പാടാട്ടോ പെടുന്നത്. അവൾ പകുതി വരെ കമര് തിരിച്ചിട്ടപ്പേന്ന് വന്ന് വീഴും. പക്ഷെ കമരുന്നുണ്ട്, നല്ല ഇതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെ കമരാൻ പറ്റത്തില്ല. കമരുന്ന സമയം ഈ വിരലെടുത്ത് വായിക്കകത്ത് ചൂപ്പി വെക്കേ. അപ്പോൾ പിന്നെ കോൺസെൻട്രേഷൻ ആ വിരലിലേക്ക് പോകും, പിന്നെ കമരത്തില്ല. ടപ്പേന്ന് പറഞ്ഞ് തിരിച്ച് ഉരുണ്ട് ഇങ്ങോട്ടേക്ക് വീഴും കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ അവൾ കമരുന്ന കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടിയില്ല. നമ്മുടെ കുഞ്ഞി ചീമയുടെ വയറ്റിലുള്ളപ്പോൾ മുതലേ അവളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവളുടെ ഓരോ ഗ്രോത്തും നിങ്ങളെ കാണിക്കണമെന്നുള്ളൊരിത് കൊണ്ടാണ് അവൾ കമഴുന്ന വീഡിയോ ഉണ്ടെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി നോക്കിയത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഉള്ള വിരലെല്ലാം കൂടി വായിക്കകത്ത് കുത്തി കയറ്റിയിട്ട് അവൾ അതിലായിപ്പോയി കോൺസെൻട്രേഷൻ, കമരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ട്രൈ ചെയ്തിട്ട് കമരാത്തത് കൊണ്ട് പിന്നെ ഞാനും വേദയും കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും ഒരു മാസമെങ്കിലും ആവുമായിരിക്കും കേട്ടോ. ഈ ഒരു തുണി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട്, ഇത് നമ്മുടെ വസ്ത്രയുടെ സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ്. ഇതൊരു ലാസ്റ്റ് പീസ് ആദ്യം എടുത്തപ്പോൾ സ്റ്റോക്കിലുണ്ടായിരുന്നത് ഞാനങ്ങ് ചുരിദാർ തയ്ച്ചിട്ടു. ഇപ്പം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെയിം സാധനം തന്നെയാണ്. ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത്. ഈ ലീഫിൻ്റെ ഡിസൈനിന് പകരം മയിലോ എലിഫൻറ്റും ഒക്കെ വരുന്ന ഡിസൈനാണുള്ളത്. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു 2 പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത് അടുത്ത ദിവസം വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞാണ് ഇതെല്ലാം എടുക്കുന്നത്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയവും ഇടാനുള്ള സമയവും ഒന്നും കിട്ടിയില്ല. കാരണം വെബ്സൈറ്റ് ത്രൂവും അല്ലാതെയൊക്കെ ഓർഡേഴ്സും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തലയ്ക്കൊക്കെ എന്തോ ഒരു കനം പോലെ, എനിക്ക് ഒരു ഇതും പറ്റുന്നില്ല കേട്ടോ. ഇതെന്താണ്, ഇത് നമ്മൾ UK വീണ്ടും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് 6 പ്രോഡക്റ്റാണ് നമുക്ക് UK കൊറിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽസാണ് 5 മെറ്റീരിയലും ഒരു കോഡ് സെറ്റും ആണ് നമുക്ക് അയക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 മെറ്റീരിയൽ എടുത്തപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ, അവിടെ സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ ഉണ്ടാവുമോ ഈ മെറ്റീരിയൽ എടുത്താൽ? ഇനി ഗിഫ്റ്റ് കൊടുക്കാനാണോ സ്റ്റിച്ച് ചെയ്തിടാനാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ നിന്ന് വാങ്ങിയിട്ട്. നമ്മൾ ഫസ്റ്റ് UK അയച്ച കൊറിയർ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഒരു 7 ഡേയ്സിൽ നമുക്ക് UK എത്തിയിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. 7 ഡേയ്സ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ലോകത്തിൽ എവിടെയാണെങ്കിലും 7 ഡേയ്സിൽ കിട്ടും. പിന്നെ നമ്മളൊരു 14 വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡിലേ വന്നാലോ എന്ന് കരുതിയിട്ട് UK അയക്കുമ്പോൾ നമുക്കൊരു 650, 600, 550
150 ആ ഒരു റേഞ്ചിനാണ് കൊറിയർ ചാർജ് വരുന്നത്. 1 kgക്കുള്ളിൽ. UAE അവിടെയൊക്കെ ആണെങ്കിലും 600-നുള്ളിലേ വരുന്നുള്ളൂ. പിന്നെ USA, ബ്രസീൽ അവിടെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ UAEയിലേക്കും ഇപ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു. UK-യിലാണ് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ ഈ വസ്ത്രയുടെ ഈ സെറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ വേണമെങ്കിൽ 2 പീസ് ഞാൻ നേരത്തെ കാണിച്ച മയിൽ എലിഫൻ്റ് ഡിസൈനാണ്, നമ്മുടെ ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത്. ആ ഡിസൈൻ്റെത് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്കത് മാത്രമേ കിട്ടിയുള്ളൂ. ഇതിൻ്റെ റീൽസ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി വെറും 2 പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഷോളൊക്കെ ഭയങ്കര രസമാട്ടെ. ഈ സാരിയൊക്കെ വെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണെങ്കിൽ ഓണത്തിന് അടിച്ച് പൊളിച്ച് നിൽക്കാൻ കേട്ടോ. എന്തായാലും ഞാൻ അതിലൊരെണ്ണം എടുത്ത് സ്റ്റിച്ച് ചെയ്തു. നമ്മുടെ കലങ്കാരി ഷോൾ വരുന്നതിൽ ഞാൻ ഒരെണ്ണം എടുത്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നേ. എന്തായാലും ഇനി നമ്മുടെ വീഡിയോസ് കുറച്ച് ദിവസത്തേക്ക് ഡെയിലി ഉണ്ടാവത്തില്ല. ഓണം കഴിയട്ടെ, ഓണം കഴിഞ്ഞ് വസ്ത്രം വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എത്ര തിരക്കാണെങ്കിലും, എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് 11 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കും. അതിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പോസ്റ്റ് ഒന്ന് ഡിലേ ആവുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ വീഡിയോ ഡെയിലി വ്ളോഗ്സ് നിർത്തത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് ഇതുപോലെ വസ്ത്രം ഒന്ന് ഗംഭീരമായിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ നിർത്താമെന്ന് പറഞ്ഞു. ഒരു ദിവസം വീഡിയോ ഇടായിരുന്നു. അപ്പോൾ ഇതുപോലെ മെസ്സേജസും കമൻസും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ കരുതി വീണ്ടും ശരിയിടാം. പക്ഷേ എന്നെക്കൊണ്ട് ഇതിപ്പോൾ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വന്ന മെസ്സേജസിന് കൈയും കാലും കണക്കുമില്ല. പക്ഷെ ഞാൻ കുറേയൊക്കെ റിപ്ലൈ ചെയ്തു, കുറേ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. റിപ്ലൈ കൊടുക്കാത്തവരെല്ലാം ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. കമൻസ് ഒന്നും റീഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ. ജസ്റ്റ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടക്കുമ്പോൾ അതിൽ ഫുൾ വായിച്ചില്ല. എന്തായാലും ആരോടും പറയാണ്ട് വ്ളോഗ് നിർത്തിയത് ശരിയായില്ല. കുറ്റമായിട്ട് പറഞ്ഞതല്ല, പിന്നെ ബാക്കി ഞാൻ വായിച്ചില്ല കേട്ടോ. ജസ്റ്റ് നോട്ടിഫിക്കേഷനിൽ കണ്ട സാധനമാണ്. പറയാതെ എനിക്ക് പറയാനുള്ള സമയം പോലും കിട്ടിയില്ല. റീൽസിലും പറയാൻ പറ്റിയില്ല. റീൽസൊക്കെ 1-2 ഒക്കെ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ പോലും എനിക്ക് 8 മണിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും വെച്ചിട്ട് നടന്നില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് കാണിക്കുന്ന ക്രൂരത പോലെ തോന്നുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എത്ര സമയമില്ലെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. ആക്ച്വലി ഒരു കുഞ്ഞു ഓൺലൈൻ ബിസിനസ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഇത്രയേറെ ബിസി ആവുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര എൻഗേജ്ഡാണ്. മേ ബി ഒരു സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടാവാം. ചിലരൊക്കെ ഭയങ്കര വലിയ ബിസിനസ് നടത്തുന്നവർ ഭയങ്കര കൂളായിട്ട് പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തപ്പോൾ ഞാനും ഇതാണ് കരുതുന്നത്. എനിക്ക് സമയം കിട്ടുന്നില്ല, പിന്നെ ഇത്രയും വലിയ ബിസിനസ് റൺ ചെയ്യുന്ന ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെ സമയം എന്ന് ഞാൻ കരുതാറുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല, എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റാഫൊക്കെ ഇല്ലാത്തത് കൊണ്ടാവാം, ഫുൾ കാര്യങ്ങളും നമ്മുടെ തലയിലായത് കൊണ്ടാവാം. വേദയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, വസ്ത്രയുടെ കാര്യം നോക്കണം, അപ്പം എല്ലാം കൂടെ യൂട്യൂബ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം, എല്ലാം കൂടി ആയതുകൊണ്ടാവാമായിരിക്കുമല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിലൊരു കാര്യമാണ് വേദയ്ക്ക് ഓണക്കോടി എടുക്കാൻ വരിക എന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പുറത്തൊക്കെ പോയി മിക്കവാറും എല്ലാ ആഴ്ചയിലും നമ്മൾ വസ്ത്രയുടെ ആവശ്യത്തിനായിട്ട് പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ലുലുവിൽ പോകണമെന്ന് ഏട്ടനോട് പറഞ്ഞപ്പോൾ വേദമായിട്ട് അമ്മ പാരഗണിൽ നമുക്ക് കഴിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ നമുക്ക് കുറേ ദിവസമായില്ലേ അവളെ കൊണ്ട് പുറത്തൊക്കെ പോയെന്ന് കഴിച്ചിട്ട്. അപ്പോൾ വേദയ്ക്ക് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 4 ഡേയ്സ് സ്കൂൾ ക്ലോസ്ഡ് ആട്ടോ. എന്തോ അവർക്ക് അവിടെ സ്കൂളിൽ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ തേഴ്സ്ഡേ ആണ്, ലുലുവിലാകുമ്പോൾ തിരക്കും ഉണ്ടാവില്ലല്ലോ. സാറ്റർഡേ സൺഡേ ഒക്കെ തിരക്കല്ലേ. തേഴ്സ്ഡേ പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങി. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ അല്ല കേട്ടോ, ഒരു 12:30 1 മണിയായി. 12:30 ആയി. രാവിലെ തീരുമാനിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 12:30 മണിയായി. 12:30 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 1:30 മണിയൊക്കെ ആയി ലുലുവിലെത്താൻ. റോഡ് ഫുൾ ബ്ലോക്കായിരുന്നു. ലുലുവിൽ വന്നിട്ട് പാരഗണിൻ്റെ അവസ്ഥ അറിയാമല്ലോ. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്നു. നമ്മുടെ നമ്പർ കൊടുത്തിട്ട് ടോക്കൺ വിളിക്കാനായിട്ട് നിന്നു. 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാനിരുന്നപ്പോഴേക്കും ഏകദേശം 2:30 2:45 മണിയായി. ഞാനും വേദയും ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ഏട്ടൻ മീൽസ് പറഞ്ഞു. മുന്നേ ഒരിക്കലും ഇതുപോലെ പാരഗണിൽ കയറി കഴിച്ചിട്ട് ഞാൻ എന്തോ ഒരു മോശം റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ചിക്കൻ എന്തോ കുഞ്ഞ് പീസായിരുന്നു, ചിക്കനിൽ വെന്തിട്ടുണ്ടായിരുന്നില്ലെന്ന് എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ ബിരിയാണി സൂപ്പറാണ്. ഇപ്രാവശ്യം കയറിയപ്പോൾ നല്ല വലിയ പീസും കിട്ടി, നല്ല ചിക്കനുമായിരുന്നു കേട്ടോ. നല്ലൊരു ഊണും ബിരിയാണിയും പിന്നെ കണവ റോസ്റ്റൊക്കെ വാങ്ങിച്ചു. കണവ റോസ്റ്റും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി. എല്ലാം വാങ്ങി നന്നായിട്ട് വെട്ടി വിഴുങ്ങിയ ശേഷം വേദയ്ക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാണ്. ഞാനിപ്പോൾ വസ്ത്രയിൽ നിന്ന് 2-3 മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നു. പിന്നെ വേദയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ വേദയ്ക്ക് ജീൻസിന് ഭയങ്കര ബഹളം കേട്ടോ. വേദയ്ക്കുള്ളതെല്ലാം ഷോർട്സ് ആണ്. അപ്പോൾ ജീൻസിന് ഭയങ്കര ബഹളം. വേദയുടെ മെഷർമെൻറ്റിനുള്ള ജീൻസ് വളരെ കുറവാണ്. അങ്ങനെ തപ്പിപ്പിടിച്ച്
ഓടിപ്പിടിച്ച് ലുലു ഫാഷനിലും വെസ്റ്റ് സൈഡിലും ഒക്കെ കയറി ഇറങ്ങി 1-2 അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുത്തു. എനിക്കും ഇനി കുറച്ച് തുണികൾ എടുക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ അലമാര 2 അലമാര ഉണ്ട്. 2 അലമാര തുറന്നാൽ നിറയെ തുണികളാണ്. ചുരുട്ടി കൂട്ടി തുറന്നാൽ എല്ലാം കൂടി താഴെ വീഴുന്ന രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അത്രമാത്രം തുണികളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, എവിടെ പോയാലും എനിക്ക് 1-2 ഡ്രസ്സുകളായിരിക്കും എല്ലാ വീഡിയോസിലും ഉണ്ടാവുന്നത്. ഇത്രയേറെ ഡ്രസ്സുള്ള എനിക്ക് ഒരു പുറത്ത് പോകുമ്പോൾ ഇടാൻ നോക്കുമ്പോൾ ഒരൊറ്റ ഡ്രസ്സ് ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സല്ലേ നമ്മൾ ഇടത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലത്തെ എനിക്ക് ടീഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഷർട്ടുണ്ട്, അങ്ങനെ 1-2 സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഉള്ളിപ്പറക്കിയാണ്. ഇനി അതെല്ലാം വാരി കളഞ്ഞിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. വേദയ്ക്ക് തന്നെ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു സമയമായി കേട്ടോ. നല്ല ലേറ്റായി, 6-7 മണിയായി. പിന്നെ സത്യമായിട്ട് എനിക്ക് വയ്യ. അപ്പോൾ വേദനയോട് പറഞ്ഞു, അമ്മ ഹൈപ്പർ മാർക്കറ്റ് കയറുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യടാ, നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു 6-7 മണിയായപ്പോൾ തിരിച്ചു പോയി. ഞാൻ ടയേർഡായി, ഏട്ടനും ടയേർഡായിട്ടോ. ഏട്ടനും ഷർട്ടൊക്കെ എടുക്കാം, എനിക്കൊക്കെ എടുത്തിട്ട് ഇന്നുകൊണ്ട് പണികൾ തീർക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ വയ്യ, 6-7 മണിയായുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 9-10 മണി വരെ വേണമെങ്കിൽ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം, ആരും ഒന്നും പറയത്തില്ല. പക്ഷെ നിൽക്കാൻ പറ്റണ്ടേ, എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡായി പോകുന്നുണ്ട്. നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടാവാം. എന്തായാലും വേദയ്ക്കുള്ളതെല്ലാം എടുത്തു. ഇനി അവൾക്ക് ഓണത്തിന് ഇഷ്ടം പോലെ ഇടാനായിട്ട്. വേദ എന്നും ഈ ഫ്രോക്ക്, ഈ കുത്തുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും ഇല്ല. ഏത് കൊടുത്താലും കുത്തുണു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ അവൾ എടുത്തുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത് ഓണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ ഇടാനായിട്ട് ഒരു സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെന്ന് വെച്ചിട്ട് 1 മാസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്. വേദമായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പോലും ഡ്രസ്സ് ഞാൻ ഇതുവരെയും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം സ്റ്റിച്ചിങ് സെൻറ്ററിൽ മെസ്സേജ് ഇട്ടപ്പോൾ 21-നെ ആ ഡ്രസ്സ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. 25-നാണ് ഓണം, 21-നെ കിട്ടത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ തിരക്കെന്ന് ചോദിച്ചാൽ ദൈവമേ എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ വസ്ത്രയുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കും, ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും, വെബ്സൈറ്റിൽ ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ വെബ്സൈറ്റിൽ വരുന്നത് സ്റ്റോക്ക് ഔട്ടായോ അല്ലാതെ വാട്സപ്പിൽ വരുന്നത് രണ്ടും കൂടെ ആയപ്പോഴാണ് കുറച്ചുകൂടെ ഞാനൊന്ന് ടൈറ്റ് ആയത് കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, അത് നല്ല കാര്യം. അപ്പുറത്തെ വീട്ടിൽ പ്രഷർ കുക്കറിൽ എന്തോ വയ്ക്കുന്നുണ്ട്, അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ശേഷം അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വേദയ്ക്കുള്ള എല്ലാ സാധനങ്ങളും, അവൾക്ക് വേണ്ട ജീൻസ്, ടീഷർട്ട്സ് അവൾ പറഞ്ഞതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഫുഡും എല്ലാം ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ലാസ്റ്റ് താഴെ ഇറങ്ങി ഒരു ചായ കുടിക്കുകയാണ്. മുകളിലേക്ക് ഇനി പോകാനൊന്നും വയ്യ, താഴേക്ക് ഇറങ്ങി ഒരു ചായ കുടിച്ചു. വേദയ്ക്ക് ബോബാ ടീ മതി എന്ന് പറഞ്ഞ് വേദയ്ക്ക് ബോബാ ടീ കൊടുത്തു. 30 രൂപയാണ് ചായയുടെ വില. നമ്മുടെ നോർത്ത് ഇന്ത്യ കുടിക്കുമ്പോഴത്തെ കുഞ്ഞു കപ്പിലാണ് ചായ തന്നത്, എങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ ചായ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു ഉന്മേഷമൊക്കെ വന്ന്. പണ്ട് ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. ഇപ്പോൾ ആ സമയമാകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയൊന്നുമില്ല, എന്തോ ഒരു മിസ്സിങ്. അങ്ങനെ ആ ചായ കുടിച്ചപ്പോഴേക്കും നല്ലൊരു ആശ്വാസം കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്, ഇതെന്തിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യെസ്, അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫ്രണ്ട്സിൽ കയറി 2 ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഷർട്ട് എടുത്തു. അങ്ങനെ ആക്ച്വലി ഇന്ന് നമ്മൾ കട്ടയത്ത് വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, സച്ചിൻ, ജീമ, ഞാൻ, വേദ എല്ലാവരും കൂടി പോയി അവർക്കെല്ലാവർക്കും കൂടി ഷോപ്പ് ചെയ്യാമെന്ന് കരുതി പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് നടന്നില്ല. ചീമയ്ക്ക് ഞാനൊരു മെറ്റീരിയലും അല്ലാതെ ഒരു റെഡിമെയ്ഡും ചീമയ്ക്ക് ഞാൻ ഓണം ഗിഫ്റ്റായിട്ട് കൊടുത്തു. കുഞ്ഞിക്കുള്ളതും നമ്മൾ ലുലുന്ന് എടുത്തട്ടോ. അത് ഈ വീഡിയോയിൽ കാണിച്ചു എന്ന് തോന്നുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവൾക്കൊരു 4 ഫ്രോക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സച്ചിൻ എടുക്കാൻ പോകാൻ നിന്നിട്ട് നടന്നില്ല. പിന്നെ സച്ചിൻ ഇങ്ങനെ പൈസ ആയിട്ട് കൊടുത്തു കേട്ടോ, വാങ്ങുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇഷ്ടമുള്ളത് അവർ തന്നെ വാങ്ങട്ടെ എന്ന് കരുതി. നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് കരുതിയപ്പോഴേക്കും എല്ലാവരും ബിസി, പലരും പല സൈഡിലായിപ്പോയി. അതുകൊണ്ട് പിന്നെ അവർ തന്നെ വാങ്ങട്ടെ എന്ന് കരുതി സച്ചിനുള്ള പൈസ പിന്നെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ അച്ഛനുള്ള ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് പിന്നെ സാരി നമ്മുടെ വസ്ത്രം എന്ന് കൊടുത്തായിരുന്നല്ലോ. പിന്നെ അമ്മയ്ക്ക് 1-2 നൈറ്റീസ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനൊരു ചപ്പൽ വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഇപ്രാവശ്യം ഓണം ഗിഫ്റ്റ്. ഞാൻ വസ്ത്രം എന്ന് ഈ ഒരു ചിക്കൻ കാരി കോട്ട് സെറ്റ് ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. ആരോട് ഇപ്പോൾ ചോദിക്കണം എനിക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ, അങ്ങനെ ഇതൊന്ന് ലാർജ് സൈസാണ്, കറക്റ്റ് സൈസാണ്, എങ്കിലും ഒന്ന് ആ വയറിൻ്റെ സൈഡൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓണം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ബ്രാൻഡ്സിൻ്റെ കൊളാബ് ഷൂട്ടൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യമായിട്ട് അത്തപ്പൂക്കളമൊക്കെ ഇടണമായിരുന്നു. അത്തപ്പൂക്കളമെല്ലാം ഇട്ടു. 2-3 ഷൂട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് തിരക്കുകൾ കേട്ടോ. അത് നമുക്ക് കൊളാബ് ഷൂട്ടൊക്കെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം നമുക്ക് കിട്ടില്ല. വീഡിയോ എടുക്കുന്നത് നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാവേ, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വസ്ത്രം കൂടെ ആകുമ്പോൾ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ കൊളാബ് ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് തേഴ്സ്ഡേയും ഫ്രൈഡേയും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൈഡേ ആണ് കൊളാബ് ഷൂട്ടെല്ലാം ചെയ്തത്.
അതായത് ഇന്നലെ വേദയും കൂടി കൂട്ടിന് ചേർത്തു. എന്നിട്ട് വേദയെ ട്യൂഷനെല്ലാം വിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കോ പോവാണ്. ഞാനും ഏട്ടനും കൂടെ എന്തോ കശപിശപ്പ് കൂടി അങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടാലറിയില്ല, രണ്ടും രണ്ട് ദിക്കിലായിട്ട്. എന്നിട്ട് ഏട്ടൻ ഇതിനിടയ്ക്ക് ഒരു ഹെർണിയയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷമാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പിനായിട്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേദയെ ട്യൂഷന് വിട്ടിട്ടാണ് വന്നത്. ഞാൻ പോയി വേദയെ വിളിച്ചിട്ട് വന്നപ്പോഴേക്കും ഡോക്ടറേട്ടൻ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. പിന്നെന്താണെന്ന് സംഭവിച്ചത്, അത് കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വന്നിട്ട് നല്ല ചൂരമീൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ചൂരമീനൊക്കെ വറുത്ത് കഴിക്കാനുള്ള ബഹളത്തിനിടയിലാണ് എൻ്റെ പുരുകമൊക്കെ ഇരിക്കുന്നത് നോക്കി. ഇതിൻ്റെ റിസൾട്ട് 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ 1 മന്ത് കഴിഞ്ഞിട്ടേ അതിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോയിൽ നോക്കണ്ട, നെക്സ്റ്റ് ബുധനാഴ്ച ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ നോക്കൂ. എൻ്റെ ഫേസിന് നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് റിസൾട്ട് നമുക്ക് 1 മാസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിൽ ഞാൻ അതിനെ വറുക്കാനായിട്ട് ശ്രമിച്ചു. ഏകദേശം ശരിയായി വന്നു കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ഏതാണ്ടൊക്കെ കുറേ മസാലകളെല്ലാം ചേർത്ത് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ വറുത്തെടുക്കുന്ന ചൂരയാണേ. വേദയ്ക്ക് അങ്ങനെ മീനൊന്നും വലിയ താല്പര്യമില്ല. ചില പ്രത്യേകതരം മീനുകളൊക്കെ വേദയ്ക്ക് ഇഷ്ടമാണ്. ഇതൊന്ന് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേദ ഒരിക്കലും എപ്പോഴും ഏതോ ഒരു റീൽസ് കണ്ടപ്പോഴേക്കും പച്ച കളറിലിരിക്കുന്ന മീൻ വറുത്തതെന്ന് പറഞ്ഞ് കൊണ്ടെനിക്ക് തന്നായിരുന്നു അതുണ്ടാക്കി തരാൻ. പക്ഷെ അന്ന് എന്തോ മല്ലിയല്ലോ പുതിനയിലോ എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചു, അമ്മ ഇതാ പച്ച കളർ മീൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പച്ച കളറാണെന്ന് പറഞ്ഞ് പറ്റിച്ചു കേട്ടോ. പക്ഷെ അവൾ കഴിച്ചു, ഉച്ചയ്ക്കും കഴിച്ചു, വൈകിട്ടും വേണമെന്ന് പറഞ്ഞ് കഴിച്ചു. പിന്നെ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും മീൻ വറുത്തതും പുട്ടും ഒക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പുറത്തെ വീട്ടിൽ എന്താണാവോ കുക്കറിൽ ഇത്രയും കിടന്നടിക്കുന്നത്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ കുക്കർ അടിക്കുകയാണ്, ഇതുവരെ അത് ഓഫ് ചെയ്തിട്ടില്ല. എന്തായാലും കുറേയേറെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. ഇതിപ്പോൾ ദിവസവും കാണിക്കുന്നത് ഒരു 3 ദിവസമല്ലേ എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയും വീഡിയോ ഇട്ടു. പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം കൊണ്ട് വീഡിയോ ഇടില്ലാന്ന് തോന്നുന്നു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. സത്യം എത്ര പേരാണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോസ് കാണാനില്ല, എന്ത് പറ്റി പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജസ് ഇട്ട പലർക്കും എനിക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വസ്ത്രയുടെ പേരും പറഞ്ഞ് സമയമില്ല എന്ന് പറയുന്നത്. പക്ഷെ സത്യം അതാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടലൊന്ന് കുറച്ചപ്പോൾ ആ ഒരു സ്ട്രെസ്സ് എനിക്ക് കുറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് സ്ട്രെസ്സ് കുറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഞാനൊന്ന് റിലാക്സായി. വീഡിയോ ഇടുന്നതൊരു ഭാരമൊന്നുമല്ല, അതും ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് വസ്ത്രയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടും ഞാൻ കരുതുന്നു കുറച്ചങ്ങനെ വസ്ത്രയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ വസ്ത്രം ഒന്ന് പച്ച പിടിക്കുമ്പോൾ എനിക്ക് സ്റ്റാഫിനെയൊക്കെ നിർത്താമല്ലോ. സ്റ്റാഫൊക്കെ വരുമ്പോൾ വീണ്ടും എനിക്ക് യൂട്യൂബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കേട്ടോ. ഇത് ഇന്ന് രാവിലത്തെ വിശേഷമാണ്. നമ്മളൊന്ന് മാർക്കറ്റിൽ ഞാനും വേദയേട്ടനും കൂടി കാട്ടാക്കട മാർക്കറ്റിൽ വന്നു. ട്രിവാൻഡ്രത്തെ അവസ്ഥ ഇപ്പോൾ ഇതാട്ടോ, വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഓറഞ്ച് അലേർട്ട് ട്രിവാൻഡ്രത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെയും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വലിയ മഴയില്ല, മാറാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേ നിന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വേദ ഇട്ടിരിക്കുന്നത് വസ്ത്രയുടെ ഡ്രസ്സാണേ. ചില വസ്ത്രയുടെ ഷെൽഫെല്ലാം അടുക്കി പറക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിരുന്നതാണ്. ഇതങ്ങ് ഞാൻ വേദയ്ക്ക് കൊടുത്തു. ഇതൊക്കെയാണ് നമുക്ക് ഓരോ ഓർഡേഴ്സ് പോകുമ്പോഴും അതിനെല്ലാം അടുക്കി പറക്കി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ തപ്പി പറക്കിയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പാടാണ്. ചില സമയങ്ങളിൽ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോവും. ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡാവും കേട്ടോ. അത് ഒറ്റയ്ക്ക് നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും കാട്ടാക്കട മാർക്കറ്റിൽ വന്നു. ഇന്ന് കാട്ടാക്കട ചന്ത ദിവസമല്ലായിരുന്നു. ചന്ത ദിവസം എന്ന് പറഞ്ഞാൽ ഏതോ 1-2 ദിവസങ്ങളിലാണ് ഇവിടെ മാർക്കറ്റ് ദിവസം. അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ അതല്ലാത്തത് കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഈ വർഷം നമുക്ക് വാളമീൻ കിട്ടിയതേ ഇല്ല. കർക്കിടക മാസമായാൽ വാളമീനിൻ്റെ കളിയാണ്. പക്ഷേ നമുക്ക് ഈ വർഷം വാളമീൻ കിട്ടിയതേ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ വാളമീൻ ഇരിക്കുന്നു. കുഞ്ഞു 2 വാള കേട്ടോ. 600 രൂപ പറഞ്ഞു, 500 രൂപയ്ക്ക് വാങ്ങിയായിരുന്നേ. കുഞ്ഞു വാളയാണ്.
എന്നിട്ട് അതിനെയൊക്കെ വാങ്ങി നമ്മൾ മീനൊക്കെ വച്ച് കഴിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് കിച്ചണിലെ കയറൊക്കെ ഇല്ല, വേദയുടെ കാര്യം നോക്കാൻ സമയമില്ല, എൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ സമയം കണ്ടെത്തി, ഓരോന്നിനായിട്ട് സമയം കണ്ടെത്തി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് വീഡിയോ ഇടൽ മുടങ്ങി, അത്രയാണ് സംഭവിച്ചത്. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കേട്ടോ. അല്ലാതോ പിന്നെ നിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചത്തുപോവില്ലേ എന്ന് പറയുന്നവരോടല്ല, എന്നെ സ്നേഹിക്കുന്നവരോട് എന്നോട് ക്ഷമിക്കുക. അടുത്ത ബുധനാഴ്ച നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. ടാറ്റാ.